എന്നും അയാളുടെ വീടിനടുത്തുള്ള ഒരു തടാകത്തിനടുത്തേക്ക് നടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ എന്നും രാവിലെ ഇയാളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ നല്ല പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ആ തടാകത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇയാൾ നടക്കാൻ പോയി തിരിച്ചു വന്നാലും മണിക്കൂറുകളോളം ആ സ്ത്രീ ആ തടാകത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചെലവഴിക്കുമായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര കൗതുകം തോന്നി. അങ്ങനെ ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ ഇയാൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇയാൾ കണ്ട കാഴ്ച വളരെ കൗതുകമുള്ളതായിരുന്നു. ഈ സ്ത്രീക്ക് ചുറ്റും കുറേ ആമകൾ ഇങ്ങനെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ ഓരോ ആമകളെയായിട്ട് തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് ഒരു ചെറിയ കല്ലുകൊണ്ട് ആമയുടെ പുറത്തുള്ള പൂപ്പലും പായലും ഒക്കെ ഇങ്ങനെ ഉരച്ചൊരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഈ ആമകൾ ഈ ഒരു തടാകത്തിനകത്ത് ജീവിക്കുമ്പോൾ അവയുടെ പുറന്തോടിന് മുകളിൽ ഒരുപാട് പായലും പൂപ്പലും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കാലം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് അവയുടെ ആരോഗ്യം നശിക്കുകയും പിന്നെ തണുപ്പും ചൂടും ഒക്കെ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ആമകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആ സ്ത്രീയോട് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് ഈ ചെയ്യുന്നത്? ഈ ലോകത്ത് എത്രയോ ആമകളുണ്ട്. ഈ തടാകത്തിൽ തന്നെ ഒരു 100-ൽ പരം ആമകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ ആമകളുടെയും പുറന്തോട് നിങ്ങൾക്ക് ഇങ്ങനെ മിനുക്കി വൃത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ വെറുതെ നിങ്ങളുടെ ഈ സമയം കളയാതെ നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യുന്നതല്ലേ നല്ലത്? അതും ഈ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ തടാകത്തിൽ 100-ൽ പരം ആമകളുണ്ട്. ആ ആമകളുടെയൊക്കെ പുറന്തോൽ എനിക്ക് മിനുക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ എല്ലാ ആമകളുടെയും കാര്യം എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് കരുതി എൻ്റെ അടുത്തേക്ക് വന്ന 1, 2, 10, 15 ആമകളുടെ പുറന്തോട് വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് തിരിച്ചു മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ആ സ്ത്രീ പറഞ്ഞത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അത് ശരിയല്ലേ? ഈ ലോകത്തുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരാൾ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് മാറാൻ പറ്റില്ല, പ്രയാസമാണ്. പക്ഷേ നമ്മൾ ഒരാൾ വിചാരിച്ചാലും മാറുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. അബ്സല്യൂട്ട് മൈൻഡിൻ്റെ പ്രോബ്ലം സോൾവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള ഹസ്മി മാഡവും അസ്ലഹ മാഡവുമാണ്. അപ്പോൾ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, ഞാനപ്പോൾ ഈ ഒരു കഥ പറഞ്ഞതുപോലെ നമുക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എന്താണെന്ന് കണ്ടെത്തി അതിലേക്ക് പോകാനായിട്ടുള്ളൊരു വിഷമം അതല്ലെങ്കിൽ ഒരു തടസ്സം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഒന്ന് മാറി കിട്ടാനുള്ള വല്ല വഴിയുണ്ടോ? സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പല ആൾക്കാർക്കും പലതരത്തിലുള്ള കഴിവാണുള്ളത്. നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. സോ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. സോ നമ്മളടുത്ത് വരുന്ന ക്ലയൻസുകൾ ചിലപ്പം കൺഫ്യൂസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്നായിരിക്കും. സോ നമ്മൾ അവരോട് സംസാരിച്ച്, ഇപ്പം അവർ ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവരുടെ ആ ഒരു മേഖല കണ്ടെത്താൻ സാധിക്കുന്നതാണ് ആക്ച്വലി. സോ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ലോകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം, അതായത് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇതുപോലത്തെ സൈക്കോളജിസ്റ്റുമാരുടെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ്. എനിക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റുകയും ഞാനത് റീഡ് ചെയ്യുകയും സൈക്കോളജിസ്റ്റുമാർ അതിനുള്ളൊരു മറുപടി പറയുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊന്നും വെളിപ്പെടുത്താൻ താല്പര്യമില്ല, അങ്ങനെ വാട്സപ്പിലൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അനോണിമസ് ആയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വാട്സപ്പിൽ അനോണിമസ് ആയിട്ടൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇവരുടെ സമ്മതപ്രകാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നാർസിസിസ്റ്റ് അവരുടെ ആ സ്വഭാവത്തെക്കുറിച്ച് ബോധവാന്മാരാണോ? അവർ ഒരു നാർസിസിസ്റ്റ് ആണെന്ന് അവർ അറിഞ്ഞാലുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നാർസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ.
സോ ഈയിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പല മൂവിയിലും സിനിമ നായകന്മാർ അത്തരത്തിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാർ നമ്മൾ കണ്ടു. അതായത് അവർ കുറച്ചും കൂടി സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും, ഭയങ്കര ഈഗോ സെൻട്രിക് ആയിട്ടുള്ള, ഭയങ്കര സെൽഫ് എസ്റ്റീം ഉള്ള, ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എൻ്റെ തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ നാർസിസം എന്ന് പറയുമ്പം അവർക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കുക. സോ നാർസിസം ഉള്ള ഒരു വ്യക്തിക്ക് അവർക്ക് അത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വൈകല്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അറിയില്ല. മീൻസ് ഏതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയാലും തന്നെ അവർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയുക. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കാനും പോകുന്നില്ല, കാരണം അത് അവരൊരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അത് ഇപ്പൊ നമ്മൾ അവരോട് പറയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖമാണെന്ന് പറയുമ്പോ ചിലപ്പോ പൊട്ടിത്തെറിക്കാനും അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഐ മീൻ കാരണം അവരുടെ ചെറുപ്പം മുതലേ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച മുതൽ ഈ ഒരു ദിവസം വരെ നിൽക്കുന്നതിന്റെ ഒരു ആകത്തുകയാണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം പോയിട്ട് നമ്മൾ പെട്ടെന്ന് ക്ലൈന്റിനോട് ഇങ്ങനെ കൺഫ്രണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇങ്ങനെയുണ്ട്. നമ്മൾ അവരെ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഐ മീൻ അവർക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ എന്താണ് ഒരു വലിയ പണിയാണ്. ഓക്കെ, അപ്പൊ പയ്യനെ നമുക്കത് പറ്റത്തുള്ളൂ. അവർക്ക് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അപ്പൊ നമ്മൾ അവരുടെ കാര്യങ്ങൾ വേറെ രീതിയിലൂടെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അത്തരത്തിലൂടെയാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ നമ്മുടെ മുന്നത്തെ പല എപ്പിസോഡുകളിലും ഈ നാർസിസം എന്നുള്ള ഒരു ടോപ്പിക് വന്നപ്പോൾ പല സൈക്കോളജിസ്റ്റുമാരും പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലിനിക്കിലേക്ക് ഇപ്പോൾ ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു പേഷ്യന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഈ പുള്ളി, കാരണം അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ എങ്ങനത്തെ ഒരു പ്രിക്കോഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരിക്കും. നമുക്കൊരു ഫസ്റ്റ് ഒരു 1-2 ടോക്കിലൊന്നും ഇവൻ നമ്മൾ പഠിച്ച ആളുകൾക്ക് പോലും ഡിഫിക്കൽട്ടാണ് അവരെ മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ സംസാരിച്ച് പിന്നെ അവരുടെ നമ്മൾ കുറച്ചധികം ചോദിക്കുന്ന സമയത്തൊക്കെയാണ് അവർക്ക് ഓക്കെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പാർട്ട്ണറിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവൾ പറഞ്ഞതും അതേപോലെ തന്നെ പാർട്ട്ണർ പറയുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതിനനുസരിച്ച് നമ്മൾ പാർട്ട്ണറെയാണ് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യിക്കാം. എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ കൂടെ ലിവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പാർട്ട്ണറിനെ കൂടെ എന്താക്കും പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നാർസിസ്റ്റിക് ആൾക്കാർ എന്താണ് ഇൻസൈറ്റ് ഉണ്ടാവില്ല, അവർക്കൊട്ടും അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവരൊരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഭയങ്കര ഡിഫെൻസീവ് ആയിരിക്കും. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ തെറ്റ് പറഞ്ഞ പോലത്തെ രീതിയിലൊക്കെ ആയിരിക്കും അവർ പ്രതികരിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്താക്കും പക്ഷെ ഒട്ടും പറ്റില്ല എന്നല്ല, ഒരു ലോങ് ടേം സൈക്കോതെറാപ്പി ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻസൈറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ ഏകദേശം ഒരു എത്ര ടൈം പീരീഡ് വേണ്ടി വരും ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? അതോ നമ്മൾ പാർട്ട്ണറിനെ ട്രീറ്റ് ചെയ്തിട്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധത്തിലാക്കുകയാണോ ചെയ്യുക, അതോ ഇവരെ തന്നെ നമ്മൾ ഇവർക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങളെ പാർട്ട്ണർക്ക് ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ട്, ഇതാണ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേഴ്സണാലിറ്റി. ഇപ്പോൾ 2 ആളുകളാകുമ്പം അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നാവണമെങ്കിൽ നമ്മൾ എന്താക്കണം, 2 ആളും കോപ്പറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ 2 പേർക്കും അവരുടെ പേഴ്സണാലിറ്റിനെ കുറിച്ച് ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇപ്പം നമ്മള് എല്ലായിടത്തും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള റീസൺ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പറയുമോ നീ നാർസിസിസ്റ്റ് ആണെന്ന് പറയും. പണ്ട് നമ്മൾ ഹിറ്റ്ലറിനെയും മുസോളിനിനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്ന ഒരു കേസാണ്. അപ്പൊ എന്താണ് അത് എന്നുള്ളത് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലം സോൾവിലെ ഇനി ചെറിയൊരു ഇടവേള.